കണ്ടില്ല. എന്താ നിങ്ങളുടെ പരിപാടി? കണ്ടൂടെ എന്താ ചെയ്യണേന്ന്? അപ്പൊ നിങ്ങൾ സിനിമാക്കാരല്ല, ഇതുപോലെ പരിപാടി അല്ലേ? ദേ, എന്നോട് വിളച്ചിലെടുക്കരുത്. നിങ്ങൾ ഈ സിനിമ തുടങ്ങിയപ്പോ മുതൽ ഞാൻ പല വേഷങ്ങളും കിട്ടി. എന്നോട് വേഷം കെട്ടിറക്കരുത്, കളിയാൻ കാണിച്ചു തരും ഞാൻ. വേണു, നിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയെന്നുള്ള നേരാണ്. എന്നെ നാറ്റിക്കരുത്. ഞാനൊരു ഡയറക്ടറാണ്. പ്ലീസ് പപ്പ ഇങ്ങ വന്നേ. ഇയാൾക്ക് കൊടുക്കാൻ നല്ല ഏതെങ്കിലും വേഷം ഇരിപ്പുണ്ടാവും. വേഷം എന്ന് പറയുമ്പോ ഒരു ഹാജിയാരുടെ വേഷമുണ്ട്. പക്ഷെ ഇത് നാളെ തന്നെ ചെയ്യണം. ആ കഴിഞ്ഞ ചെയ്യാമോ? ഇതൊക്കെ നടപടിയുള്ള കേസാണ്. ഉറപ്പാണ്, ഉറപ്പ്. അവരടുത്ത് മാറ്റടാ. ഓരോരുത്തർ വന്നോളും. എന്റെ ദേവി, ഈ വേഷം കൂടി ശരിയായ മതിയായിരുന്നേ. അസ്സലാമലൈക്കും. എന്താ സലാം അടക്കാത്ത? ആരാ? എന്ത് വേണം? നമ്മുടെ വേണുവാണ് SI വേഷം. ആ വേണു, വേണുവിന് വേഷം നന്നായി ചേരുന്നുണ്ട്. വേഷത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആരും എന്നെ തിരിച്ചറിയില്ല എന്റെ മോൻ കണ്ടു കഴിഞ്ഞാ. എനിക്കതായിരുന്നു ആവശ്യം. വേണുവിനെ എല്ലാ വേഷവും നന്നായി ചേരും. അങ്ങനെയാണെങ്കിൽ നായകവേഷം ഇരിക്കുക, അല്ലെങ്കിൽ എന്നോട് മേടിച്ച് 1 ലക്ഷം രൂപ. പിന്നെ 1 ലക്ഷം രൂപയ്ക്കാണ് നായകവേഷം അഭിനയിക്കാൻ വന്നിരിക്കണം. നിങ്ങൾ എന്നാ എന്നെ മുഖത്ത് നോക്കി ചുണ്ടനിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്തേലും ഒന്ന് പറ. എന്റെ അടുത്ത പടത്തിലെ നായകൻ വേണുവാണ്. എന്റെ അടുത്ത പടത്തിലെ നായകൻ വേണുവാണ്. അതെ, ഈ പടത്തിന് എത്ര ആവശ്യം വന്നു കഴിഞ്ഞാലും എന്നോട് ചോദിച്ചാൽ മതി, എല്ലാം ഞാൻ ഓക്കെ ആയിക്കോളാം. ഓക്കെ ഓക്കെ. ഞാൻ എത്ര നാളായി പറയണു എന്തെങ്കിലും നടക്കുവോ? ഇതൊക്കെ ഇവിടെ വന്നാണോ? ഞാനിപ്പോ എന്തോ ചെയ്യാ? നമസ്കാരം സാറേ. നമസ്കാരം. എന്താ സാറേ ഈ വേഷത്തിൽ എനിക്ക് റോളില്ലേ? അതൊക്കെ ഡയറക്ടറോട് ചോദിക്കൂ. ഡയറക്ടർക്ക് അറിഞ്ഞോളൂ. ഡയറക്ടർ പാർട്ടിസിൻ എടുക്കാൻ വേണ്ടി അങ്ങ് ലൊക്കേഷനിലേക്ക് പോയി. ഞാനിപ്പോ എന്ത് ചെയ്യും? തനിക്ക് വേണ്ടി താൻ പോയി ചോദിക്കണു. സാറേ, 3-4 ദിവസമായിട്ട് ഞാൻ ഇതിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുമോ സാറേ? ഇതൊക്കെ ഒട്ടിച്ചിട്ട് എനിക്ക് ഭയങ്കര ചൊറിച്ചില്ല സാറേ. ചൊറിച്ചില്ലണ്ടാ, എനിക്ക് വലിച്ചു പറിച്ച് കളയടോ. വേണു, ഒരു പ്രശ്നമുണ്ട്. നോമ്പ് സമയം ആയതുകൊണ്ട് പള്ളി കിട്ടിയില്ല. നോമ്പ് കഴിഞ്ഞാല് ആര്യയുടെ വേഷം ചെയ്യാൻ പറ്റൂ. ഒരു പോലീസ് ജീപ്പ് റെഡിയായിട്ടുണ്ട്. നീ വേഷം മാറി പഴയ SI വേഷം വിടും. എടോ, മീശ ഇല്ലാത്തവനെ SI വേഷം കെട്ടണത്. സാറേ, ഒരു വെപ്പ് മീശ വച്ചാ പോരെ? മേക്കപ്പ് മാനോട് പറഞ്ഞു. തനിക്ക് പറഞ്ഞാൽ കുഴപ്പം? എല്ലാത്തിനും ഞാൻ തന്നെ പറഞ്ഞല്ലോ. കൃഷ്ണ, ഞാൻ എന്താ ചെയ്യണ്ടേ ഇപ്പൊ? ആന്റണി, ഞാൻ പോയിട്ട് വരാം. ഞാൻ വരുന്നത് വരെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീ നോക്കിക്കൊണ്ട്. തമിഴ്നാട്ടിൽ പോയാൽ എത്ര ദിവസം കൊണ്ട് ഫണ്ടാവും? 2 ദിവസത്തെ യാത്ര, ആകെ മൊത്തം 5 ദിവസം. അതിനകം ക്യാഷുമായി ഞാനിവിടെ എത്തും. ആ ദിനേശ, ഒരു കാരണവശാലും ഷൂട്ടിംഗ് മുടങ്ങരുത്. ബാക്കിയുള്ളതൊക്കെ ഞാൻ വന്നിട്ട് സെറ്റിൽ ചെയ്യാം. കാശ് കിട്ടുമായിരിക്കുമല്ലേ സാർ? ഷൺമുഖം ചെട്ടിയാർ എത്രയോ സിനിമകൾക്ക് ഫണ്ട് കൊടുത്തിട്ടുള്ള ആളാ. ഇപ്പോഴാ സമ്പ്രദായം ഇല്ല. എന്നാലും ഒരു വാക്ക് പറഞ്ഞാൽ മാറില്ല. അങ്ങനെ മാറണമെങ്കിൽ അയാൾ മരിക്കണം. അതെ, രാവിലെ പോകണ്ടേ? പോയി കിടന്നുറങ്ങ. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. നിങ്ങളെന്താ വല്ലാണ്ടിരിക്കുന്നേ? സുഖമില്ലേ? കുഴപ്പമൊന്നുമില്ല, ഒരു ചെറിയ തലവേദന. നീ കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. പിന്നെ ആ ഷാജിയുടെ അമ്മാവൻ വന്നിരുന്നു. എന്താ വിശേഷിച്ച്? വേറൊന്നുമല്ല, ഇവളാ കുടുംബത്തേക്ക് ചെല്ലേണ്ടല്ലേ. നമ്മൾ മറുപടി ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞിരുന്നാണല്ലോ അവളുടെ പഠിത്തം കഴിയാൻ ഇനി 2-3 മാസം ബാക്കിയുണ്ടെന്ന്. അവർക്കും അറിയാവുന്നതല്ലേ, പിന്നെന്താ? ഓ, അതിനവള് പഠിക്കല്ലോ. അച്ഛനപ്പ അഭിനയിച്ചു നടക്കല്ലേ. ആദ്യം അച്ഛനും മകളും സിനിമയിൽ അഭിനയിച്ചു, ഇപ്പൊ വീട്ടിലും അഭിനയം തുടങ്ങിയോ? ബാങ്കിൽ കിടക്കുന്ന കാശെടുത്ത് ഇവളുടെ കല്യാണം നടത്താൻ നിങ്ങൾക്ക് എന്താ എത്ര മടി? നിനക്കെന്താടി ഒരു കാര്യം പറഞ്ഞ മനസ്സിലാവാത്തത്? എന്റെ മകളുടെ കല്യാണം എപ്പം നടത്തണം തീരുമാനിക്കുന്നത് ഞാനാ. പെണ്ണാലോചിച്ച് പറഞ്ഞാൽ കെട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ? അതൊക്കെ സമയാഭംഗം നടക്കും. അത് നിങ്ങൾ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? അവര് വന്ന അന്വേഷകരെ ഞാൻ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. ഞാൻ എന്തെങ്കിലും പറഞ്ഞ അതൊക്കെ കുറ്റം.
എന്തോ പ്രശ്നം ഉണ്ടല്ലോ യൂണിയൻ എന്താ സമാധാനപ്പെടി ഇയാളോട് പൈസയൊക്കെ തരാം. പൈസ രണ്ടൊരു പരിപാടി നടക്കൂല. എത്ര ദിവസം ആയിക്കോട്ടെ. നടത്തോടാ. എന്റെ പൊന്നേട്ട് തരാണ്ട് ചേന വിടൂല ഇല്ലെന്നേ, പോലീസ് സാർ വരട്ടെ. എന്തേ തരാം, പൈസ തരാം. നടക്കൂല. ഫുഡിനും പൈസ ഇല്ല, ഹോട്ടലും പൈസ ഇല്ല, ഒന്നും കൊടുത്തില്ല. പൈസ തരാന്ന് സമാധാനപ്പെടി. തന്നെ വിടൂലട്ടോ. തന്നോട് തലക്കിട്ടടിക്കോട്ടെ. പ്രശ്നമാക്കിയിട്ട് കാര്യമില്ല. തമാശ കളിക്കണേ. ആ ഷാജിയോ കേറി വാ. കേറിയിരിക്കാൻ സമയമില്ല, കുറച്ച് ധൃതിയുണ്ട്. അങ്കിൾ എന്തിയേ? ഷൂട്ടിങ്ങിനായി പോയേക്ക. വരുമ്പോ രാത്രിയാകും. അന്നേം കൂട്ടിയേ വരത്തുള്ളൂ. എന്താ ഷാജി? അങ്കിൾ ആ സിനിമാക്കാരുടെ വലയിൽ പെട്ടുപോയില്ലേ? ഏയ് അച്ചായൻ പെട്ടതൊന്നുമല്ല. അതിന്റെ നിർമ്മാതാവ് കനകരാജ് അച്ചായന്റെ പഴയൊരു സുഹൃത്താണെന്ന് മാത്രം. അങ്ങനെയാണോ നിങ്ങളും വിശ്വസിച്ചിരിക്കുന്നത്? ആകെ കുഴപ്പാ. എന്റെ അറിവ് ശരിയാണെങ്കിൽ ബാങ്കിൽ കിടക്കുന്ന കാശ് മുഴുവൻ തീർന്നു കാണും. പോരാത്തതിന് എന്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപയും വാങ്ങിയിട്ടുണ്ട്. സത്യാണോ? ഇവിടെ വന്ന് കള്ളം പറയേണ്ട ആവശ്യം എനിക്കുണ്ടോ? അതെ, ഞാൻ ദിവസപ്പലിശയ്ക്ക് പണം കടം കൊടുക്കുന്നതിനാണ്. പിന്നെ എന്നെ ബുദ്ധിമുട്ടിക്കാതെ കാശ് തരാൻ പറയണം. പോകാനുള്ളവരെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ കനകം വരുന്നവരെ തൽക്കാലത്തേക്ക് ഷൂട്ടിംഗ് ഒന്ന് നിർത്തിയേക്കായിരുന്നു. ചേച്ചിക്ക് ഉരുപ്പടി എടുത്ത് കൊടുക്കാണ്ട് അവര് പോവോ? അതിന് തന്നെ വേണം 1.5 ലക്ഷം രൂപയും പലിശയും. നിർത്തണമെങ്കിലും നടത്തിക്കൊണ്ടു പോകണമെങ്കിലും കാശുണ്ടെങ്കിലേ പറ്റൂ. ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗവും കാണുന്നില്ല. എന്തായാലും കനകൻ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അങ്ങനെ പറയല്ലേ സാറേ, അദ്ദേഹം അങ്ങനെയുള്ള ആളല്ല. ഷൺമുഖ ചെട്ടിയാർ എത്തിക്കാണില്ല. അല്ലെങ്കിൽ അങ്ങനെ വരാൻ ഒരു വഴിയില്ല. ആയിക്കോട്ടെ, ഇന്നലെ ഒന്ന് ഫോൺ വിളിച്ചെടുത്തൂടെ? എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ബാവട്ടി, ഷൂട്ടിംഗ് നടക്കട്ടെ. ഞാനും ദിനേശ് ഒരു വഴിക്ക് വരെ പോയിട്ട് വരാം. കിട്ടുമോന്നറിയില്ല, കിട്ടിയാ ഭാഗ്യം. അതൊക്കെ കിട്ടും സാറേ, അല്ലാണ്ട് എവിടെ പോകാൻ. തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? കാശ് റെഡിയായിട്ടില്ല. ആയ ഉടനെ ഞാൻ കൊണ്ട് തരാം. ഞാനിപ്പോ വന്നതേ വേറൊരു കാര്യത്തിനാ. ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ വന്ന് കാണാനിരുന്നതാ. ഓ അതല്ല, ഓപ്പണായിട്ട് ചോദിക്കുക, നിങ്ങളുടെ മകളെ എനിക്ക് കെട്ടിച്ചേരാൻ പറ്റും? അവളുടെ സമ്മതമില്ലാതെ. ഓ, അവളാരും മൈസ്രേട്ടോ? എനിക്ക് നിങ്ങളുടെ സമ്മതമാണ് അറിയേണ്ടത്. അൽഷാജി, അതിപ്പോ ഞാൻ. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഉടനെ കല്യാണം. അവളുടെ സമ്മതം ഇവിടെ ആർക്കും അറിയണ്ട. എനിക്ക് താല്പര്യക്കുറവുണ്ടായിട്ടല്ല. അവളുടെ സമ്മതമില്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ പഠിത്തം കഴിയണ്ടേ? ഓ, പഠിത്തം? ആ തമിഴന്റെ കൂടെ മരം ചുറ്റി പ്രേമിക്കുന്നതാണല്ലോ പഠിത്തം. ഷാജി, ഒരു അത്യാവശ്യം വന്നപ്പോ നിന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് ഞാൻ കടം മേടിച്ചു എന്നുള്ള സത്യമാണ് എന്ന് കരുതി എന്റെ മോളെ കുറിച്ച് അനാവശ്യം പറയരുത്. ഓ, അത് പറഞ്ഞപ്പോ തനിക്ക് അങ്ങോട്ട് കൊണ്ടു. ഇപ്പൊ കിട്ടണം എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശ്. ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ അവിടെ കയറി താമസിക്കും. വീടിന്റെ ആധാരം എന്റെ കയ്യിലാ, മറക്കണ്ട. എനിക്ക് നല്ല സ്വത്തുള്ള പെമ്പിള്ളേരെ കിട്ടാഞ്ഞിട്ടല്ല, ഞാൻ അവളെ മോഹിച്ചത് കൊണ്ടാ. ഒന്നല്ലെങ്കിൽ അവളെ എനിക്ക് കെട്ടിച്ചു തരണം, ഇല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശ് എനിക്ക് ഇപ്പൊ കിട്ടണം. അതല്ലേ ഷാജി കൂതരാവേ? പിന്നെ ആ നായകനുണ്ടല്ലോ, അവനിവിടുന്ന് 2 കാലി പോകൂല. ഇത് ഷാജിയുടെ വാക്കാ. ഷാജി, ദേവി നീ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. എന്റെ മോളെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. അവള് സമ്മതിക്കും. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്ക്. ആ, എനിക്കത് കേട്ടാ മതി. വണ്ടി ഇടറാ. ഷാജി പറഞ്ഞ പോലെ കേട്ടാ നിനക്ക് നല്ലത് കേട്ടാ. ഒരു രാജ வணக்கம். ഇന്നെന്താ ரொம்ப സന്തോഷമാ இருக்கு? നിന്നെ കിട്ടിയതിനു ശേഷം സന്തോഷത്തിന് എന്താണ് കുറവ്? കളിയാക്കല്ലേ? എന്റെ ഏറ്റവും വലിയ ആഗ്രഹം സാധിക്കാൻ പോകുന്നു.
നീ പറ എന്താണെന്ന്. ആ നിങ്ങളുടെ പഴയ ചങ്ങാതിയെ കാണാനല്ലേ? ഓക്കെ, അത് വലിയ ആഗ്രഹം തന്നെയാണ്. പക്ഷേ അതല്ല. ആ നിങ്ങളുടെ തറവാട് വീട്. വാ, നീ വാ. നിന്നെ സമ്മതിക്കണം. നിനക്ക് എങ്ങനെയാടി എന്റെ മനസ്സിൽ നന്നായി വായിക്കാൻ പറ്റണത്? 27 வருஷമായി ഞാൻ ഉങ്ങളെ മനസ്സിൽ വെച്ചിട്ട് ഇருக்கு. எனக்கு எல்லாமே தெரியும். உங்க ஊரு, ആ ഊരിൽ இருக்கிற തറവാട് വീട്, ആ 2 ഫ്രണ്ട്സ് ഇല്ലയാ? ഞങ്ങള് 3 പേരും അങ്ങനെയാണ് കഴിഞ്ഞത്.